എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ചിക്കൻ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അധികം താമസിയാതെ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ട എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ ഒരുപാടങ്ങ് തിക്കായി പോകരുത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസാകാനും പാടില്ല. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ലൈറ്റ് സോയാ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് അധികം വീര്യം ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലിരിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ അതിലേക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം ഓരോരോ കഷ്ണങ്ങളാക്കി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി ചിക്കൻ ആണ് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ചിക്കൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് റൈസാണ്. അപ്പോൾ ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്. ഇനി ഇത് കൂടാതെ കുറച്ച് ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ ഈ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും അതുപോലെ ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സവാള എടുത്തിട്ടില്ല. സവാള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് കുറച്ച് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാളയും ക്യാപ്സിക്കവും സാധാരണ ഫ്രൈഡ് റൈസിൽ ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. പക്ഷേ കഴിക്കാനാണെങ്കിൽ ടേസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. ഇനി ഫ്രൈഡ് റൈസിൽ നമ്മൾ ഒരു മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചിക്കി തോത്തിയല്ല ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ തന്നെയാണ് മുട്ട നമ്മളൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചിക്കി തോത്തി എടുക്കണം. ഇനി വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മുട്ടയും അതുപോലെ തന്നെ ചിക്കൻ്റെ പാർട്ടും സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയെല്ലാം അതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചോറ് ഒന്നിൽ തൊടാതെ കിടക്കുന്നതാണ് ഈ ഒരു ഫ്രൈഡ് റൈസിന് ഏറ്റവും നല്ലത്. നിങ്ങൾ ചോറുണ്ടാക്കിയതിന് ശേഷം തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൂടിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് തീയിൽ നിന്ന് മാറ്റിയിട്ട് ചൂടോടെ അതുപോലെ ചില്ലി ചിക്കൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണെന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ എന്തെങ്കിലും റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.